കുറച്ച് കാലം മുന്നേ ആലിയ ഭട്ട് ഫേമസ് ആക്കിയ മിൽക്ക് കേക്ക് ഇല്ലേ, അത് ഞാനിപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പേർട്ടാട്ടോ ഉണ്ടാക്കാനായിട്ട്. ബർത്ത്ഡേ, ആനിവേഴ്സറി, ക്രിസ്മസ്, പള്ളിപ്പെരുന്നാൾ എന്നിവിധ സകലമാന പരിപാടിക്ക് ഞാനിപ്പോൾ ഇതാ ഉണ്ടാക്കുന്നത്. ഇനി ഓണത്തിനും കൂടി ഈ കേക്ക് ഉണ്ടാക്കിയാൽ മതി, അത്രയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലിത് ഭയങ്കര ഡിമാൻഡാണ്. ഇനി എന്നാണോ അത് നിർത്താൻ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ റെസിപ്പി ഇതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നല്ലൊരു കേക്ക് ഉണ്ടാക്കണം. സ്പഞ്ച് കേക്കാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ അതിൻ്റെ ഫുൾ റെസിപ്പി ഇടുന്നില്ല. സ്പഞ്ച് കേക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാധാരണ പോലെ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. അത് ക്ലീൻ ആയിട്ട് പുറത്ത് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് സെറ്റാണ്. അത് കഴിഞ്ഞ് ഇനിയാണ് നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങുന്നത്. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതിലങ്ങ് കുത്തി കൊടുക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിനൊരു മിൽക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടത് കണ്ടൻസ് മിൽക്ക് വേണം, പിന്നെ ഇവോപ്പറേറ്റഡ് മിൽക്ക് വേണം, പിന്നെ സാദാ മിൽക്ക് വേണം. സാദാ മിൽക്കിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു മിക്സാണ് നമ്മൾ എന്നിട്ട് കേക്കിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഫോർക്ക് വെച്ച് കുത്തിയത് ഈ ഒരു മിക്സ് കേക്കിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒഴിക്കുമ്പോഴത്തേനും 1-2 വട്ടമായിട്ട് അങ്ങ് ഒഴിക്കുക. അപ്പോൾ കേക്ക് ഇതങ്ങ് കുടിക്കും. നന്നായിട്ട് കുടിച്ച് നല്ല മോയിസ്റ്റ് ആയിട്ട് വേണം കേക്ക് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ട കേക്കിൻ്റെ മുകളിലോട്ടുള്ള ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പ് ക്രീം ഞാൻ വിപ്പ് ചെയ്തെടുത്താണ്. ഇച്ചിരി കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഒത്തിരി മധുരമാക്കരുത്, ഭയങ്കര ലൈറ്റ് മധുരം. കാരണം കേക്കിൽ നമ്മൾ നേരത്തെ ഒഴിച്ച മിക്സ് കൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ ഇതൊരു ചെറിയ ലൈറ്റ് മധുരം മതി കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ബെറീസോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് ഇത് 2 വട്ടം ഉണ്ടാക്കിയതിൻ്റെ 2 ഫുട്ടേജ് കേട്ടോ. ഞാൻ കൂടുതലും എപ്പോഴും സ്ട്രോബെറിയാണ് വെക്കാറ്. അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഇച്ചിരി നേരം ഇരുന്ന് അവിടെ ഒന്ന് സെറ്റാവട്ടെ. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ, കണ്ടൻസ് മിൽക്ക്, ഇവോപ്പറേറ്റഡ് മിൽക്ക്, നോർമൽ മിൽക്ക്, ഇത് വെച്ചിട്ടുള്ള ആ മിക്സ് ഒന്നും കൂടി എടുക്കുക. കാരണം നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ ഇച്ചിരി ആവശ്യം വരും. കണ്ടോ, സംഭവം ഇത്രയും സിമ്പിളാണ്. ചെറിയ എഫേർട്ടിൽ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സെർവ് ചെയ്യുമ്പോൾ ഒന്ന് ഇച്ചിരി ആ മിക്സും കൂടി ഇച്ചിരി അങ്ങ് ഒഴിച്ചു കൊടുത്ത് എൻ്റെ സാറേ പിന്നെ സ്വർഗം കാണും കേട്ടോ. അത്ര അടിപൊളി ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.